ഹലോ. എടാ എഡ്വിനെ. ഞാനാടാ. എന്നാ ഉണ്ടോ, സുഖം തന്നെയാണോ? ഏ എൻ്റെ പരീക്ഷയെല്ലാം കഴിഞ്ഞടാ. ഇവിടെ ഒന്നും ഒരു ജോലിയില്ല. നീ നിൽക്കുന്നിടത്ത് എവിടെയെങ്കിലും ഒരു ജോലി ഉണ്ടോടാവേ? ഒരു ജോലി മേടിച്ചു തരാമോ? ഞാൻ നിൽക്കുന്നിടത്ത് ജോലിയില്ല. ഒരു ഏജൻസി ഉണ്ട്, അവിടെ ചെന്ന് നോക്ക്. ഏജൻസിയാ? അതെയോ? എവിടെയാടാ? കോട്ടയത്തോ? കോട്ടയത്ത് എവിടെയായിട്ടാ? സ്റ്റാൻഡിൻ്റെ അടുത്തോ? അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് ചോദിച്ചാൽ മതിയോ? അതെയോ? പരീക്ഷയെല്ലാം കഴിഞ്ഞടാ. ഇനി റിസൾട്ട് വരാൻ കുറേ ദിവസമില്ലേ? പറഞ്ഞോളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ജോലി കിട്ടുമായിരുന്നെങ്കിൽ അതുകൊണ്ടാണ്. എന്നാൽ ശരിടാ, ആയിക്കോട്ടെടാ. ഞാൻ എന്നാൽ അവിടെ പോയാൽ പോയി ചോദിച്ചിട്ട് നോക്കാം. ശരിടാ. ആയിക്കോട്ടെ. ഓക്കെ. ഹലോ സാർ. ഞാൻ ജോലിക്ക് വേക്കൻസി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി വന്നായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു എൻ്റെ ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതി, വേക്കൻസി കിട്ടും എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് വന്നതാ. ഇവിടെ വേക്കൻസി ഒക്കെ ഉണ്ട്, ഒരു ഹോട്ടൽ അപ്പാർട്ട്മെന്റിലാണ്. ഇതാ അഡ്രസ്. ഇവിടുത്തെ ഫീസ് 1000 രൂപയാ. ഈ അഡ്രസ്സിൽ പോയാൽ മതി, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ഓക്കെ. ശരി, താങ്ക് യു. ഞാൻ പൈസ എടുത്തേക്കാം കേട്ടോ. എക്സ്ക്യൂസ് മാം, ഈ ഏജൻസിക്കാർ വന്നിട്ട് വന്നായിരുന്നു. വേക്കൻസി വന്നിട്ടുണ്ട്, ഇവിടെ വന്നായിരുന്നു. അതിനുവേണ്ടി വന്ന വേക്കൻസിക്ക് വേണ്ടി വന്നായിരുന്നു. എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേക്കും വന്നതാ. എക്സ്പീരിയൻസ് ഇല്ലാണ്ട് വെയിറ്ററിന്റെ വേക്കൻസി ഇവിടെ എടുക്കില്ല. ക്ലീനറിന്റെ വേക്കൻസി ആണെങ്കിലുണ്ട്. ക്ലീനറുടെ വേക്കൻസി ഇല്ലേ? ക്ലീനറുടെ വേക്കൻസി എങ്കിൽ ക്ലീനറിന്റെ വേക്കൻസി ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ക്ലീനറിന്റെ വേക്കൻസിയിൽ നിങ്ങൾ എന്തായാലും നിൽക്കില്ല. നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ ഡിഗ്രി. നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. നിങ്ങൾ ഇപ്പൊ ഞാൻ എടുത്താലും പിന്നെ നിങ്ങൾ ഇട്ടിട്ട് പോകുള്ളൂ. ഞാൻ നിൽക്കും, കുഴപ്പമൊന്നുമില്ല. നിങ്ങളിപ്പോ എന്ത് പറഞ്ഞു കയറിയാലും നിങ്ങൾ 2 ആഴ്ചത്തേക്ക് പണി ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെ കൊണ്ട് സാധിക്കില്ലാണ്ട് വരും. പിന്നെ നിങ്ങൾ ഇട്ടിട്ട് പോകുമ്പോൾ ഞാൻ അടുത്ത ആളെ അന്വേഷിക്കേണ്ടി വരും. ഇല്ല, ഞാൻ എങ്ങനെയാണെങ്കിലും നിൽക്കും, കുഴപ്പമില്ല. എനിക്ക് നിങ്ങളുടെ ജോലി കിട്ടിയാലും കുഴപ്പമില്ല, ഞാൻ നിൽക്കും. പറ്റില്ല. ഓക്കെ, നിങ്ങൾ പൊക്കം. വലിയ ഹിന്ദിക്കാരൊക്കെ ആണെങ്കിൽ എടുക്കാറുണ്ട്. നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. പൊക്കം. വേണ്ട. അതെ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, എനിക്ക് എന്നോട് പറഞ്ഞു അവിടെ വേക്കൻസി ഇല്ല, അവിടെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. എന്നെപ്പോലുള്ളവർക്ക് അത് കിട്ടുകയില്ല, ഞാൻ നിൽക്കുകയില്ല എന്നൊക്കെ അവർ പറയുന്നത്. ഹിന്ദി സംസാരിക്കാൻ അറിയാമോ? എനിക്ക് കുറച്ച് ഹിന്ദിയൊക്കെ സംസാരിക്കാൻ അറിയാം. എന്നാ ഞാൻ വേറൊരു അഡ്രസ് തരാം, നീ അവിടെ പോയി ഹിന്ദി സംസാരിച്ചാൽ മതി. എന്നാ ഓക്കെ, ഞാൻ ഇവിടെ പോയി നോക്കാം. ഹലോ. എടാ, നീ ഇന്നാളും പറഞ്ഞില്ലായിരുന്നു, അതുപോലെ ഞാൻ ഏജൻസി പോയായിരുന്നു. അവരെനിക്കൊരു ജോലി ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു ഒരിടത്ത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളോട് പറഞ്ഞു വെയിറ്ററുടെ വേക്കൻസി ഇല്ല, ക്ലീനറുടെ വേക്കൻസി ഉള്ളൂ. ഞാൻ ക്ലീനിങ്ങിൻ്റെ പണിയെങ്കിലും കിട്ടിയാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നോക്കിയേ. അവരെന്താണ് പറഞ്ഞു, മലയാളി ആയതൊന്നും നമ്മൾ നിൽക്കില്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഏജൻസി ചെന്നപ്പോഴത്തേക്കും അവരെന്നെ പറഞ്ഞു വിട്ടു വേറൊരിടത്തേക്ക്. എന്നാൽ അവരോട് പറഞ്ഞു എന്നോട് ഹിന്ദി അറിയാമെന്ന് വിചാരിച്ചു. ഹിന്ദിയിൽ പറഞ്ഞാൽ മതി. ഞാൻ ഹിന്ദിയായി പറഞ്ഞു. അവിടുത്തെ എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ അടിച്ച ആൾക്കാരകത്ത് ഞാൻ ഹിന്ദിക്കാരനാണെന്ന് ഓർത്തുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ക്ലീനിങ് വേക്കൻസി തന്നെയാടാ. ക്ലീനിങ് വേക്കൻസി തന്നെയാണ്, ക്ലീനർ ജോലി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ മലയാളികളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടിയല്ലേ. ഹിന്ദിക്കാരാണ് അത് ഭായിമാരൊക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രം ജോലി കിട്ടുള്ളൂടാ. എന്ന് വെച്ചാൽ അതന്നെ, ഒരു രക്ഷയില്ല. നമുക്ക് കുറച്ച് നാളോടെ കഴിഞ്ഞാൽ ഒരു പണി നമുക്ക് കിട്ടത്തില്ലാത്ത അവസ്ഥ വരും. നമ്മൾ പണിയാൻ തയ്യാറാണെങ്കിൽ പോലും നമുക്ക് കിട്ടത്തില്ല. ആരും എടുക്കണം നമ്മളെ. അതന്നെ, കുഴപ്പമൊന്നുമില്ല. അന്നേരം തന്നെ ഞാൻ പോന്നായിരുന്നു. 1.5 മാസമായി. ഇനി ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേക്ക് നാട്ടിൽ പോകാൻ നോക്കണ്ടായിരിക്കുന്നത്. നീ വരുന്നുണ്ടോ? ഇല്ലേ? എന്നാൽ ഞാൻ ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ലീവ് ചോദിച്ചിട്ടുണ്ട്. നാട്ടിലൊന്ന് പോകണം. ഓക്കേടാ, എന്നാൽ ശരിയെന്നാ. ശരിയടാ, ആയിക്കോട്ടെ. ഓക്കേടാ, ശരി.